അയ്യപ്പൻകോവിൽ ഇടപ്പൂക്കുളത്ത് കർഷകന്റെ വീടിന് തീവെച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർഷകന്റെ അടുത്ത ബന്ധു ജോസ് സുലഹനാനെയാണ് ഉപ്പുതറ എസ്.ഐ പി.എൻ. പ്രദീപ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 2:45 കൊച്ചുപുരയ്ക്കൽ കെയു ബെന്നിയുടെ വീടിന് തീവെച്ചത്. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ജോസും ബെന്നിയും തമ്മിൽ അകൽച്ചയിലായിരുന്നു. ജോസിന് ബെന്നിയോടുള്ള വൈരാഗ്യമാണ് വീടിന് തീ വെക്കുന്നതിലേക്ക് നയിച്ചത്. ജോസ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്ന് ഉപ്പുതറ പോലീസ് പറഞ്ഞു. വീടിന് തീയിട്ടയുടൻ മുറ്റത്താഴനക്കം കേട്ട് ബെന്നിയുടെ മകൻ ലിബിൻ ഉറക്കമുണർന്ന് തുടർന്ന് ബെന്നിയെയും വിളിച്ചുണർന്നു. മുൻവശത്തെ തിണ്ണയിൽ തീ കത്തുന്നത് ജനലിലൂടെ കണ്ടതോടെ പിൻവശത്തെ വാതിൽ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങി. അപ്പോഴേക്കും മുൻവശത്തെ വാതിലിൽ തീ ആളിപ്പടർന്നിരുന്നു. വീട്ടുകാരെല്ലാവരും ചേർന്ന് വെള്ളമൊഴിച്ച് തീ അണച്ചു. അപ്പോഴേക്കും അയൽക്കാരും വിവരമറിഞ്ഞ് എത്തി. ഉപ്പുതറ പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ചാക്കിൽ നിറച്ച് അതിൽ ഇന്ധനം ഒഴിച്ചാണ് തീ കത്തിച്ചതെന്ന് മനസ്സിലായി. പിൻവശത്തെ വാതിലിന് പുറത്തും ജനലിന്റെ വശങ്ങളിലും ചാക്കിൽ മാലിന്യം നിറച്ചിരുന്നു. ഇവിടെയെല്ലാം ഇന്ധനവും ഒഴിച്ചിരുന്നു. മുറ്റത്ത് മുളകുപൊടിയും വിതറിയിരുന്നു. മീറ്ററിൽ നിന്ന് ഫ്യൂസ് ഊരിമാറ്റി വൈദ്യുതി വിച്ഛേദിച്ച് മുൻവശത്ത് ക്രമീകരിച്ചിരുന്ന CCTVയുടെ പ്രവർത്തനം നിശ്ചലമാക്കിയ ശേഷമാണ് വീടിന് തീയിട്ടത്. എന്നാൽ മുൻവശത്ത് തീയിട്ടപ്പോൾ തന്നെ വീട്ടുകാർ ഉണർന്നതിനാൽ മറ്റൊരങ്ങളിൽ തീയിടാതെ ഇയാൾ പിൻവാങ്ങി. ഇത് കാരണം 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 ജീവനുകൾ രക്ഷപ്പെട്ടു. ബെന്നിയുടെ എതിർവശത്താണ് ജോസ് താമസിക്കുന്നത്. സംഭവം നടന്ന ശനിയാഴ്ച രാവിലെ 11 മണി വരെ ജോസ് അവിടെ ഉണ്ടായിരുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തിയ ശേഷം ജോസിനെ കാണാതായി. ഇത് സംശയത്തിനും ഇടയാക്കി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മരത്തിൽ നിന്ന് വീണ് കാലിന് സ്വാധീനക്കുറവുള്ള ജോസ് ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ പോലീസിന്റെ അന്വേഷണം ഇയാളെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഞായറാഴ്ച രാത്രി 8:45 ജോസ് മേലുകുളത്ത് ബസ് ഇറങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഉടൻ തന്നെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കന്യാകുമാരിക്ക് പോയതെന്നാണ് ജോസ് പോലീസിനോട് പറഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത് താമസിയാതെ തന്നെ ജോസ് കുറ്റം സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.